ഞാനും അമ്മയും തത്വമസി എന്ന് പേരുള്ള ഒരു ഭജന ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കേരള വിഷന്റെ ഒരു ചാനലിലെ ഭജന പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ട്. അതിന് ഞങ്ങളിതാ പോവാണ്. ഞാനും അമ്മയും ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് പ്രോഗ്രാമിന് പോയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് പോയത്. വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഡ്രസ്സിൽ എവിടെന്നോ കുറച്ച് കളർ പറ്റിയിട്ടുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാതായപ്പോഴത്തേക്കും ഞാനൊരു പഴം എടുത്ത് കഴിച്ചു. പഴം എനിക്ക് ഇഷ്ടമേ അല്ല, പക്ഷേ വിശപ്പായതുകൊണ്ട് മാത്രം ഞാനത് കഴിച്ചു. ഞങ്ങൾ അമൃതവർഷിണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് സ്കൂളാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയത്, റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് മുന്നേ വന്ന ടീം അപ്പോഴും അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡ്രസ്സിലെ പാട്ടൊക്കെ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഡ്രസ്സാണ്. നമുക്ക് മൊത്തം 3 സാരി മാറണം കേട്ടോ. ഈ ആൻറ്റിമാരൊക്കെ എന്താണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതെന്നല്ലേ. ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാഷും അതുപോലെ അമൃതവർഷിണി മ്യൂസിക് സ്കൂളിലെ പാട്ട് പഠിപ്പിക്കുന്ന സാറുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇതേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവരൊരുമിച്ച് പാട്ടൊക്കെ പാടുന്ന കേൾക്കാൻ. ഇതാണ് ഞങ്ങളുടെ 3ാമത്തെ സാരി. 2ാമത്തെ ഡ്രസ്സിലും 3ാമത്തെ സാരിയിലും എല്ലാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞങ്ങളത് ഇറങ്ങുവാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മൊത്തം 20 പ്രാവശ്യം പാട്ട് പാടണമായിരുന്നു. 10 പാട്ടുണ്ടത് 2 പ്രാവശ്യം വീതം. അങ്ങനെ തിരിച്ച് ഞങ്ങളത് ആ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ TV-യിൽ ഞങ്ങളുടെ പ്രോഗ്രാം വന്നത്. ശരിക്കും സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും നാൾ അമ്പലങ്ങളൊക്കെ മാത്രമേ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു TV പ്രോഗ്രാമിൽ അവതരിക്കാൻ പറ്റിയത്.